ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കപ്ലങ്ങ അച്ചാറുണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ 2 കപ്ലങ്ങയുടെയും ചനയെല്ലാം കളഞ്ഞ് നമ്മളതിൻ്റെ തൊലിയും ചെത്തിക്കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് അരിയുന്നത് പോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഞാനിവിടെ 2 കപ്ലങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അധികം കട്ടിയിൽ വേണ്ട, എന്നാൽ തീരെ നൈസായിട്ടും അല്ലാത്ത രീതിയിൽ അരിഞ്ഞെടുക്കണേ. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മളതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അച്ചാർ കുറേ നാൾ കേട് കൂടാതെ ഇരിക്കുവേ, അതിന് വേണ്ടിയിട്ടാണ് നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉലുവയിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കടുകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞതും പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞു വെച്ചതും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ എടുക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുമേ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതിന് മുന്നേ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് വേഗം മൂത്ത് വരാൻ വേണ്ടി അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചേ ചേർക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എരിവ് വല്ലാതെ കൂടിപ്പോവേ. ഇനി നമുക്ക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാവേ. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കുറച്ചധികം വിനാഗിരി ചേർക്കുന്നുണ്ട്, കാരണം ഞാനിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. വിനാഗിരി തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം വിനാഗിരിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് പുറത്തൊക്കെ ഇരുന്നാലും അങ്ങനെ പൂത്തൊന്നും പോകത്തില്ല പെട്ടെന്ന്. പക്ഷെ നമ്മൾ വെള്ളത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ വേഗം പൂപ്പൽ കയറും. അതുകൊണ്ട് ഞാൻ വിനാഗിരിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ വിനാഗിരിയുടെ കൂടെ അല്പം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് തിളച്ചാൽ പോരാ, ഇതിൻ്റെ എണ്ണ മുകളിൽ തെളിഞ്ഞ് വരണം. നമ്മുടെ വിനാഗിരിയും വെള്ളമാണെങ്കിലും അതിങ്ങനെ തിളച്ച് എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്ക് തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇത് എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. നമ്മുടെ ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഇത്രയും മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്ലങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ അതായത് കുറച്ച് വേകാനുണ്ട് നമ്മുടെ കപ്ലങ്ങ, കാരണം നമ്മുടെ പച്ച കപ്ലങ്ങ അല്ലേ. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് നമ്മളിത് അടുപ്പിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ കപ്ലങ്ങ ഒന്ന് വാടത്തുള്ളൂ. അപ്പം നമുക്ക് ആദ്യം ഇത് ഈ മസാല എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. കാരണം കപ്ലങ്ങ ഒന്ന് വേവണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ.
ഇപ്പോൾ നമ്മുടെ കപ്ലങ്ങ വെന്തിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കപ്ലങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ മാങ്ങാച്ചാറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുവേ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.